അങ്ങനെ നമ്മുടെ നായകൻ ജീവിതത്തിലെ സകല പ്രതിസന്ധി നേരിട്ടുകൊണ്ട് വിജയിക്കുകയാണ്. ഇതാണ് സാർ നമ്മുടെ കഥ. എങ്ങനെയുണ്ട്? കൊള്ളാണോ? കഥയൊക്കെ കൊള്ളാം, ഒരു പുതുമയൊക്കെ ഉണ്ട്, ഒരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ. താങ്ക് യു സാർ. അപ്പോൾ താൻ ആരെയാ ആർട്ടിസ്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത്? ആർട്ടിസ്റ്റ് ഞാൻ ആസിഫ് അലിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആസിഫ് അലി ആകുമ്പോൾ ഈ ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. ഓ, ആസിഫിനോട് കഥ പറഞ്ഞിരുന്നോ? സാറ് പുള്ളിക്ക് ഇവരെ ഒന്നും പരിചയമില്ല, അതുകൊണ്ട് പുള്ളിയൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. സാർ എങ്ങനെയും വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കണ്ട് പറയാമായിരുന്നു. ഓ, അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇല്ല അല്ലേ? അപ്പോൾ ഡേറ്റ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? താനൊരു കാര്യം ചെയ്യും, കഥയൊക്കെ നന്നായിട്ടുണ്ട്, താൻ ഒന്ന് ആർട്ടിസ്റ്റിനെ ഒന്ന് പോയി കാണുക, കഥയൊന്ന് പറയുക. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സാറിന് എന്തായാലും കഥ ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ആർട്ടിസ്റ്റിനെ കണ്ട് കഥ പറഞ്ഞിട്ട് ഞാൻ വരാനായിട്ട് ശ്രമിക്കാം സാർ. താങ്ക്സ്. സാർ എന്തിനാ സാറേ അവനെ പറഞ്ഞു വിട്ടത്? അത്ര നല്ല കഥയാണെങ്കിൽ സാറിന് ആസിഫിനെ വിളിച്ചാൽ പോരായിരുന്നോ? പെട്ടെന്ന് ഡേറ്റ് കിട്ടില്ലായിരുന്നോ? എടോ, എനിക്ക് ആ കഥ വർക്കായില്ല, സ്ഥിരം കേൾക്കുന്ന ക്ലീശ കഥ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കി. അത് മോശമായി പോയി സാറേ. അങ്ങനെയാണെങ്കിൽ സാറിന് അത് അവനോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, വെറുതെ അവന് പ്രതീക്ഷ കൊടുത്ത് വിടണ്ടായിരുന്നല്ലോ. തനിക്ക് അങ്ങനെ പറയാം. ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് കഥ കൊള്ളില്ല, മോശമായിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയാമോ. അങ്ങനെ നമ്മുടെ നായകൻ ജീവിതത്തിൽ ശക്തമായിട്ട് വിജയിച്ച് മുന്നേറുകയാണ്. സാർ, ഇതാണ് നമ്മുടെ കഥ. എങ്ങനെയുണ്ട്? മോനടാ, കഥ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. ഒരു കാര്യം ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു പുതുമയുള്ളൊരു കഥ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. സാർ, ഇത് നല്ല കഥയാണ്. എനിക്ക് തോന്നുന്നു സാറിന് അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. അല്ലടാ, എനിക്ക് മനസ്സിലായി, എനിക്ക് സംഭവം മനസ്സിലായി, പക്ഷെ എനിക്ക് വർക്കായില്ല, അതുകൊണ്ടാണ്. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. സാർ, ഇത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകുന്ന ഒരു കഥയാണ് സാർ. ഓഡിയൻസിൻ്റെ കണ്ണ് നിറയും. ഞാൻ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു കഥയാണ് സാർ. ഒന്നുകൂടെ ഒരു 10 മിനിറ്റ് എനിക്ക് തന്നാൽ മതി, ഞാൻ ഒന്നുകൂടെ പറയാം സാർ. അത് ക്ലിയർ ആവാത്തതുകൊണ്ടാണ്. നല്ല കഥയല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ നമുക്ക് വർക്കാവാൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. മറ്റൊരു കഥ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം, കഥ കേൾക്കാം, കുഴപ്പമില്ല. തുടക്കക്കാരിങ്ങനെ സാർ അവഗണിക്കരുത്. സാറിന് കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ഇത് മോശമാണോന്നില്ലല്ലോ. ഇത് ഞാനിപ്പോൾ വേറെ ആയാലും ആർട്ടിസ്റ്റിൻ്റെ അടുത്തോ ഡയറക്ടറുടെ അടുത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ഹിറ്റ് കഥയായിരിക്കും. അപ്പോൾ സാർ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാണ്. സാർ ഒരു 10 മിനിറ്റ് കൊടുത്താൽ ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത്ര റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഇത് വലിയ തലവേദനയാണ്. എടോ, എനിക്ക് വർക്കായില്ല. താൻ വേറെ ആരുടെയും ചെന്ന് പറയും കഥ. ഓക്കെ, ഇങ്ങനെയുള്ളവരെയൊന്നും ഇനി ഇങ്ങോട്ട് വിടരുത് കേട്ടോ. അവസാനം അവരെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ദിവസം പോവും. ഇങ്ങനെ 10 പേരോട് കഥ പറയാൻ ഇരുന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്കറിയാവോ. ഇപ്പം എന്താ സംഭവിച്ചത്? അവനോട് കഥ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൻ ഹാപ്പി ആയിട്ട് അതിൻ്റെ പുറകെ പോയിക്കോളും. നാളെ അവനെങ്ങാനും ഡേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. ശരിക്കും ഒരു മാർക്കറ്റ് വാല്യുള്ള ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് എങ്ങനെ അവന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആ പ്രൊജക്റ്റ് പോത്തില്ലല്ലോ. സാർ ഒരു സംഭവം തന്നെ. വെറുതെ ആണല്ലോ ഞാൻ 10 സൂപ്പർ ഹിറ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആയത്. കണ്ടില്ലേ, ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാത്ത റൈറ്റേഴ്സ് വളരെ കുറവായിരിക്കും അല്ലേ. അതായത് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പടം ചെയ്യാൻ സമ്മതിക്കും, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഉടനെ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ പടം ചെയ്യാൻ സമ്മതിക്കും. അങ്ങനെ രണ്ടുപേരുടെയും പിന്നാലെ നടന്ന് അവസാനം കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് രണ്ടുപേരും തേച്ച് രണ്ടുപേരും ഒഴിവാക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ കിട്ടി വരുമ്പോഴത്തേക്കും റൈറ്റേഴ്സിൻ്റെ പല സമയങ്ങൾ, ചിലവരുടെ വർഷങ്ങൾ തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് കറക്റ്റ് ആരെയാണ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു ചെറിയ അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുറേയധികം ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. പല കുഴികളിലും നമ്മൾ പോയി പെടത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു ചെറിയ കാര്യം എന്തെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ അമലക്ഷി, നമുക്ക് തുടങ്ങിയാലോ. ഒരു റൈറ്റർക്ക് തൻ്റെ തിരക്കഥ പല രീതിയിൽ പല ആൾക്കാരെ കണ്ട് പിച്ച് ചെയ്തുകൊണ്ട് സിനിമയാക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ പറ്റുന്നതാണ്. എന്നിരുന്നാൽ പോലും കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പ്രൊഡ്യൂസറെ കാണാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കാണാനോ ആണ്. അപ്പോൾ ഈ 2 ആൾക്കാരെ എടുത്ത് വെച്ചിട്ട് ഇവരെ എങ്ങനെയാണ് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് പ്രൊഡ്യൂസറിനെ എടുക്കാൻ നേരം 2 ടൈപ്പ് പ്രൊഡ്യൂസേഴ്സാണ് ഉള്ളത് പ്രധാനമായിട്ടും. അതായത് ഒന്നെന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാൻ കയ്യിൽ പൈസയുള്ള എന്നാൽ ഇന്ന് വരെ സിനിമയൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്ത, സിനിമക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പ്രൊഡ്യൂസർ. അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. പല ബിസിനസ്സുകാരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കയ്യിൽ ക്യാഷുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരം ഒരു പ്രൊഡ്യൂസറിനെയാണ് നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ കഥ പറയുന്നതെങ്കിൽ പുള്ളിക്ക് ഒരു പക്ഷേ കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പുള്ളി പറയാൻ സാധ്യതയുള്ളത് എനിക്ക് ഇന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. പുള്ളി ഒരു പക്ഷേ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ വലിയൊരു ഫാൻ ആയിരിക്കാം, ആ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചൊരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അയാളുടെ കയ്യിൽ എന്താ പറയുക, പൈസയുണ്ട്, എത്ര വേണമെങ്കിലും പടം എടുക്കാൻ പൈസയുണ്ട്. പക്ഷേ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പുള്ളി ഇത്തരത്തിൽ സിനിമ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രൊഡ്യൂസറിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസർ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്, ഒരു കാര്യം ചെയ്യുക, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുമായിട്ട് പോകുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാം. സ്വാഭാവികം, അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി രണ്ടാമതൊരു ടൈപ്പ് പ്രൊഡ്യൂസറുണ്ട്. അതാണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ, കുറേയധികം 10-15 സിനിമകളൊക്കെ ചെയ്ത് ആ ഒരു മേഖലയിൽ എക്സ്പേർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ. അപ്പോൾ ഇത്തരം ഒരു പ്രൊഡ്യൂസറിനെയാണ് നിങ്ങൾ പോയി കണ്ട് കഥ പറയുന്നതെങ്കിൽ ആ പ്രൊഡ്യൂസറിന് നിങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ കഥ ഗംഭീരമാണെന്ന് പുള്ളിക്ക് തോന്നുകയാണെങ്കിൽ, മറ്റൊരു പ്രൊഡ്യൂസറിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ ആ കഥയും കൊണ്ട് പോയാൽ അവരത് കുത്തിക്കൊണ്ട് പോകുന്നു തോന്നുന്ന കഥയാണെങ്കിൽ ആ പ്രൊഡ്യൂസർ അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കഥ മേടിച്ച് വെക്കും. അതായത് വെറുതെ അങ്ങ് മേടിച്ച് വെക്കുകയല്ല, പകരം
പകരം നിങ്ങൾക്കൊരു ചെറിയ അഡ്വാൻസ് തന്നിട്ട് അങ്ങനെ ഒരു പ്രോപ്പർ എഗ്രിമെൻറ്റിലേക്ക് പോയിക്കൊണ്ടായിരിക്കും ആ ഒരു കാര്യങ്ങൾ നടക്കുക. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒരു കാരണവശാലും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അവർ പറഞ്ഞു വിടില്ല. പകരം അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഉടനെ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു മാനേജറിനെ വിളിച്ചിട്ട് ഒരു കഥ കിട്ടിയിട്ടുണ്ട് കേട്ടോ, എപ്പോഴാണ് വന്ന് കാണാൻ പറ്റുക എന്ന് ചോദിക്കും. അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെ മാനേജറെ വിളിക്കുന്നു, ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡേറ്റ് അപ്പോയിൻമെൻറ്റ് എടുത്ത് വെക്കുന്നു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പ്രൊഡ്യൂസർ ഇങ്ങോട്ടേക്ക് പറയും, റൈറ്ററായി നിങ്ങളെടുത്ത് പറയും, നേരെ വിട്ടോ, ആർട്ടിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നിട്ടുണ്ട്, നേരെ പോയി ആർട്ടിസ്റ്റിനോട് കഥ പറയാൻ. അങ്ങനെ ആ കിട്ടിയ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൽ നിങ്ങൾ ആർട്ടിസ്റ്റിനെ പോയി കാണുന്നു. ആ കിട്ടിയ സമയത്ത് നിങ്ങൾ ആർട്ടിസ്റ്റിനോട് കഥ പറയുന്നു. അപ്പം ആർട്ടിസ്റ്റിന് കഥ ഇഷ്ടപ്പെട്ടാൽ ആ പുള്ളിയായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് തരുന്നതായിരിക്കും. അങ്ങനെ ഡേറ്റ് തന്നു കഴിഞ്ഞാൽ എന്നാണോ ഡേറ്റ് തരുന്നത് ആ ഡേറ്റിൻ്റെ ഒരു 3 മാസം മുമ്പ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ആ ഒരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും. ഇതാണ് അതിൻ്റെ ഒരു ജെന്യൂൻ വേ എന്ന് പറയുന്നത്. ഇനി അതല്ല, ആ ആർട്ടിസ്റ്റിന് കഥ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസറിന് പക്ഷേ ആ കഥയിൽ വീണ്ടും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനും കുഴപ്പമില്ല. ഒരു കാര്യം, അടുത്ത ആർട്ടിസ്റ്റ് ആരെയാണ് നമ്മൾ നോക്കുന്നത്, എന്നിട്ട് അടുത്ത ആർട്ടിസ്റ്റിനെ ഇതേപോലെ വിളിച്ചിട്ട് അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് തരും. റൈറ്ററായിട്ടുള്ള നിങ്ങൾ പോയി കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു റൈറ്ററായിട്ട്, നിങ്ങളൊരു തുടക്കക്കാരനായിട്ടുള്ള റൈറ്ററായിട്ട് ഒറ്റയ്ക്ക് ഒരു ആർട്ടിസ്റ്റിനെ പോയി കാണാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ആദ്യം പ്രൊഡ്യൂസറിനെ പറയുന്നു, പ്രൊഡ്യൂസറിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ തന്നെ നിങ്ങളെ വിളിച്ച് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എത്തിച്ചു തരും. ഒരു കാരണവശാലും പ്രൊഡ്യൂസർ നല്ലൊരു കഥ കിട്ടിയിട്ട് അയ്യോ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒഴിവാക്കില്ല. അവർക്ക് ആ കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ആയിട്ട് വരാൻ നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറിന് നേരത്തെ പറഞ്ഞ കണക്കുള്ള ആദ്യത്തെ പ്രൊഡ്യൂസർ ആണെങ്കിൽ അയാൾക്ക് ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ ടൈപ്പ് പ്രൊഡ്യൂസർ ഒരു കാരണവശാലും ഇങ്ങനെ നിങ്ങളെ പറഞ്ഞ് ഒഴിവാക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളൊരു നല്ല ടോപ്പ് പ്രൊഡ്യൂസറിൻ്റെ അടുക്കലാണ് പോയി കഥ പറയാൻ പോകുന്നതെങ്കിൽ അവർ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുമായിട്ട് വരാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കഥ അവർക്ക് അത്ര ഇമ്പ്രസ് ആയില്ല എന്നുള്ളതാണ്. ആ ഒരു കേസിൽ അവരോട് ചോദിക്കുക, സാർ എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സജഷൻ വെച്ചിട്ട് നിങ്ങളുടെ സ്ക്രീൻ പ്ലേ ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാ ആൾക്കാരും ഇങ്ങനെ കള്ളം പറയണമെന്നില്ല. ജെന്യൂനായിട്ട് മുഖത്ത് നോക്കിയിട്ട് കൊള്ളില്ല എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത്തരം ആൾക്കാർ അങ്ങനെ പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കുക, സാർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്, എന്തെങ്കിലും സജഷൻ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവിടെ സജഷൻ ചോദിക്കുക. അല്ലാതെ അവരെ വീണ്ടും പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ, നിങ്ങൾ 1 മണിക്കൂർ എടുത്ത് കഥ പറഞ്ഞിട്ടും അവർക്ക് ഇമ്പ്രസ് ആയില്ലെങ്കിൽ ആ സബ്ജക്റ്റ് അവർക്ക് വർക്കാവുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും നിങ്ങളൊരു 10 മിനിറ്റോ അരമണിക്കൂറോ എടുത്ത് വീണ്ടും പറഞ്ഞിട്ടും കാര്യമില്ല. പകരം നിങ്ങൾ അവിടുന്ന് കിട്ടുന്ന ഇൻപുട്സ് വെച്ചിട്ട് അതിനെ ബെറ്റർ ആക്കിയിട്ട് മറ്റൊരാളോട് പറയുക. മറ്റൊരു പ്രൊഡ്യൂസറിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് മോശമാണെന്നല്ല അർത്ഥം, ആ ഒരു പ്രൊഡ്യൂസറിന് ആ ഒരു കണ്ടൻറ്റ് വർക്ക് ആയില്ല എന്നുള്ളതാണ് അല്ലേ. അതായത് ചില സിനിമകൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ആ ഒരു രീതിയിൽ പലരുടെയും പല ഇഷ്ടങ്ങളാണല്ലേ. അതേപോലെ തന്നെ പ്രൊഡ്യൂസറിന് നിങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, എന്നാൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് ഇനി ആർട്ടിസ്റ്റിൻ്റെ കേസിലേക്ക് പോകാം. ആർട്ടിസ്റ്റിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റൈറ്റർ ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റിനോട് കഥ പറയാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ റൈറ്റർക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു പരിചയം കാണാം. ഒന്നെങ്കിൽ നേരിട്ട് പരിചയം കാണാം, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ആരെങ്കിലും റെക്കമെൻഡേഷൻ ത്രൂ നേരിട്ട് പോയി കഥ പറയാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഒരു റൈറ്റർ ഈ ഒരു ആർട്ടിസ്റ്റിനെ പോയി കണ്ട് കഥ പറഞ്ഞാലും അവിടെ അവർ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്, കഥ എനിക്കിഷ്ടപ്പെട്ടു, നീ ഒരു കാര്യം ചെയ്യും പ്രൊഡ്യൂസറുമായിട്ട് വരാൻ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയും 2 ടൈപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റ്. മാർക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കാം, പുള്ളി 1-2 പടങ്ങൾ കൊണ്ട് തന്നെ ഫേമസ് ആയിരിക്കാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം. എന്നാൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പുൾ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി അന്നേരം ഉണ്ടായിരിക്കില്ല. അത്തരം ആർട്ടിസ്റ്റിനാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഇപ്പം ഞാൻ എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല, അപ്പം അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു ചെറിയ ആർട്ടിസ്റ്റ്, ഓക്കെ, അത്തരം ഒരു ആർട്ടിസ്റ്റിനോടാണ് നിങ്ങൾ കഥ പറയുന്നതെങ്കിൽ ആ ആർട്ടിസ്റ്റിന് കഥ ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാൽ പോലും ആ ഒരു ആർട്ടിസ്റ്റ് ഡേറ്റ് തന്നതുകൊണ്ട് മാത്രം ആ ഒരു പടം ഓൺ ആവാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ സമ്മതിക്കണമെന്നില്ല. ആ ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പം കുറേ പ്രൊഡ്യൂസേഴ്സുമായിട്ട് ബന്ധം ഉണ്ടാവും. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയായിരിക്കും, ഞാൻ പ്രൊഡ്യൂസറിൻ്റെ നമ്പർ തരാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞ് നമ്പർ തന്നേക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കൊണ്ട് മാത്രം പടം ഓൺ ആകണമെന്നുമില്ല. അപ്പോൾ ഇത്തരം ഒരു ആർട്ടിസ്റ്റ് നിങ്ങളോട് പറഞ്ഞേക്കാം നിങ്ങൾ പ്രൊഡ്യൂസറിനെയും കൊണ്ടുവരാനായിട്ട്. എന്നാലും നിങ്ങൾ കഥ പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ആർട്ടിസ്റ്റിനോടാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ടൊവിനോടോ അല്ലെങ്കിൽ ദുൽഖറിനോടോ മമ്മൂട്ടിയോടോ അങ്ങനെ അത്തരം ഒരു ആർട്ടിസ്റ്റിനോടാണ് നിങ്ങൾ കഥ പറയാൻ പോകുന്നതെങ്കിൽ ആ ആർട്ടിസ്റ്റിന് കഥ ഇഷ്ടമായെന്ന് വെക്കുക. അങ്ങനെ ആ ആർട്ടിസ്റ്റിന് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിന് തോന്നുകയാണ് ഇത് എൻ്റെ കരിയറിലെ ഏറ്റവും ഗംഭീര സ്ക്രീൻ പ്ലേ ആണ്, എൻ്റെ കരിയറിൻ്റെ ഗ്രാഫ് ഉയർത്തുന്ന അടിപൊളി തിരക്കഥയാണ്, ഇത് ചെയ്തേ പറ്റുമോ എന്നൊരു ആർട്ടിസ്റ്റിന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ആ ആർട്ടിസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയത്തില്ല പ്രൊഡ്യൂസറല്ല അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയില്ല. അത്രയ്ക്ക് കിടിലാണെങ്കിൽ ആ ആർട്ടിസ്റ്റ് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യും. ഇന്നത്തെ കാലത്ത് എല്ലാ ആർട്ടിസ്റ്റിനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടല്ലേ, അതുകൊണ്ട് ഇപ്പോൾ മമ്മൂട്ടിക്കാണെങ്കിൽ മമ്മൂട്ടി കമ്പനി തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കേസിൽ നിങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ റിജക്റ്റ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം മാർക്കറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിന് എന്തുകൊണ്ടാണ് വാല്യൂ എന്നും എന്തുകൊണ്ടാണ് പെട്ടെന്ന്
പെട്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. അതായത് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം മോഹൻലാലിനെ എടുക്കുകയാണെങ്കിൽ, മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ഫേസ് കണ്ടാൽ തന്നെ തിയേറ്ററിലേക്ക് ഇരച്ച് കയറാൻ നിൽക്കുന്ന നല്ലൊരു ശതമാനം ഓഡിയൻസ് ഉണ്ടാവില്ല. അതൊരു മിനിമം ഗ്യാരണ്ടിയാണ്. മോഹൻലാൽ അഭിനയിക്കുകയാണെങ്കിൽ ഇത്ര ആൾക്കാർ എന്തായാലും തിയേറ്ററിൽ വന്ന് പടം കാണുമെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും, ഇത്ര തിയേറ്റേഴ്സിൻ്റെ ബുക്കിംഗ് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ OTT അതിനൊരു മിനിമം ഗ്യാരണ്ടി കിട്ടും. അതുപോലെ തന്നെ സാറ്റലൈറ്റ് ആണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒക്കെ ഇന്ന ആളുടെ പടമായതുകൊണ്ട് ആൾക്കാർ കാണുമെന്നുള്ളൊരു കോൺഫിഡൻസ് പ്രൊഡ്യൂസറിന് കിട്ടും. അവിടെ തന്നെ ഇത്തരത്തിൽ പ്രൊഡ്യൂസറിൻ്റെ റിസ്ക്, അയാളുടെ പൈസ ഇറക്കുന്ന റിസ്ക് വലിയ രീതിയിൽ കുറയുകയാണ്. അപ്പം ആ റിസ്ക് കുറയുമ്പോൾ എന്താ, പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയും, പ്രൊഡ്യൂസറിന് കോൺഫിഡൻസ് കൂടും, അദ്ദേഹം പടത്തിന് വേണ്ടിയിട്ട് പൈസ ഇറക്കാൻ തയ്യാറാവും. ഇതേ കേസിൽ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തൊരു നടനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കട്ടാവും അവിടെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസർ വരാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ, നിങ്ങൾ ഒരു പ്രൊഡ്യൂസറിനോടോ ആർട്ടിസ്റ്റിനോടോ കഥ പറയാൻ പോകുന്നുണ്ടെങ്കിൽ 2 കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ബന്ധങ്ങളുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞോളൂ. എന്നിട്ട് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രൊഡ്യൂസറിനെ കിട്ടുന്നതാണ്. അതായത് നിങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വിളിച്ചിട്ട് ഞാനൊരു റൈറ്ററാണ്, എൻ്റെ ഒരു തിരക്കഥയുണ്ട്, കഥ കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും, നിങ്ങൾ അതേ പ്രൊഡക്ഷൻ കമ്പനിയിൽ വിളിച്ചിട്ട് ഞാനൊരു റൈറ്ററാണ്, എൻ്റെ കയ്യിൽ മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ട്, കഥ എപ്പോൾ കേൾക്കാമെന്ന് ചോദിക്കുന്നത് തമ്മിൽ വ്യത്യാസം ഭയങ്കരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബന്ധമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആർട്ടിസ്റ്റിനെ പോയി കണ്ട് കഥ പറഞ്ഞ് പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ ഓൾറെഡി സിനിമ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനികളിലെയോ പ്രൊഡ്യൂസറിനെയോ കാണുക, അവരോട് കഥ പിച്ച് ചെയ്യുക. ഈ 2 കേസിൽ നിങ്ങളുടെ കഥ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത 95% ഉണ്ട്. അങ്ങനെ റിജക്റ്റ് ചെയ്താലും അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരോട് തർക്കിക്കാനൊന്നും നിൽക്കാതെ, ഓക്കെ കുഴപ്പമില്ല, ഞാൻ ശരിയാക്കിയിട്ട് വരാം, അല്ലെങ്കിൽ മറ്റൊരു കഥയായിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് ഓക്കെ, ഇവൻ കൊള്ളാം, ഇവൻ പ്രൊഫഷണലാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്കൊരു അവസരം തരാൻ അവർ തയ്യാറാവും. പകരം നിങ്ങളിങ്ങനെ വെറുപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കും. അടുത്ത തവണ നിങ്ങൾ കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാണാനുള്ള അവസരം പോലും അവർ തരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കഥ മാത്രമായിട്ട് പോകരുതെന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. നിങ്ങളുടെ ഈ മിനിമം ഒരു 10 കഥയെങ്കിലും 10 തിരക്കഥയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തിരക്കഥ പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും